ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസിന്റെ ടക്കകിലും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന്റെ ഫ്രണ്ടിന്റെ ടക്ക് ഇടുന്ന ഭാഗത്താണ് നമ്മൾക്ക് ആവശ്യമുള്ള ടക്കകിലും ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇവിടെ നമ്മുടെ എന്ത് വരുന്നു, സ്ലീവിന്റെ ഭാഗം വരുന്നു. ഓക്കെ, ഇതിവിടെ സ്ലീവിന്റെ ഭാഗം വരുന്നു. ഇവിടെ നമ്മുടെ കഴുത്ത് വരുന്നു. ഇവിടെ നമ്മുടെ കഴുത്ത് കേട്ടോ, ബ്ലൗസിന്റെ കഴുത്ത്. ഓക്കെ, ഇവിടെ കഴുത്ത് വരുന്നു ബ്ലൗസിന്റെ. ഇവിടെ നമ്മുടെ കൈയിന്റെ ഇത് വരുന്നു. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ വരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടം വരെ മെയിൻ ടക്കാണ്. മെയിൻ ടക്ക് ഇതിപ്പോൾ സെന്റർ പോയിന്റ്. ഓക്കെ, മെയിൻ ടക്കിന്റെ പോയിന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ടക്കിന്റെ പോയിന്റ് നമ്മൾ ഇവിടം തൊട്ട് അടയാളപ്പെടുത്തി, മെയിൻ ടക്ക് വരെയുള്ള പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പോൾ ഈ സൈഡിലോട്ട് വരുന്നതിന് ടക്കിനെ പറഞ്ഞ ഫ്രണ്ട് ടക്ക് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ട് ടക്ക് എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ മെയിൻ ടക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട്, അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു സ്പേസ് വരുന്നുണ്ട്, 1 ഇഞ്ച് ഗ്യാപ്പ് വരും. മനസ്സിലായോ? ഇതിനകത്ത് 1 ഇഞ്ച് ഗ്യാപ്പ് വന്ന ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഫ്രണ്ട് ടക്ക് ഇടുന്നത്. എന്നിട്ട് ഈ ഫ്രണ്ട് ടക്ക് എന്ന് പറയുന്ന സംഭവത്തിന് ഇപ്പുറത്തോട്ടും 1/4 ഇഞ്ച് നമുക്ക് തയ്ക്കാനായിട്ട് പിടുത്തം വരും അല്ലേ? അത് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഓക്കെ, നമ്മളിത് ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ടക്ക് കേട്ടോ. ഫ്രണ്ടിലത്തെ ടക്കാണ് പറഞ്ഞത്. മെയിൻ ടക്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് 1 ഇഞ്ചിന്റെ സ്പേസ് അകലം ഇട്ട ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലത്തെ ടക്ക് ഇട്ടിരിക്കുന്നത്. ഈ മെയിൻ ടക്കിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കിയ ശേഷമാണ് സാധാരണയായിട്ട് പ്രധാനമായ മെയിൻ ടക്കിന്റെ കപ്പ് സൈസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ താഴത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു ടക്ക് എടുത്തു. അപ്പോൾ നമ്മളൊരു 3.5 ഇഞ്ച് എടുത്തു എന്ന് വിചാരിക്കുക. 3.5 എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു 3.5 ഇഞ്ച് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇടുന്ന അകലം, ടക്കിന്റെ അകലം എന്ന് പറയുന്നത് മിനിമം നമുക്ക് ഒരു 1 ഇഞ്ച് എടുക്കാം. മിനിമം നമുക്ക് 1 ഇഞ്ച് എടുക്കാം. ഓക്കെ, ഒരു മീഡിയം എന്ന രീതിയിൽ നമുക്ക് ഒരു നോർമൽ പേഴ്സൺസ്, അതായത് ഒരു സാധാരണ രീതിയിൽ വണ്ണമുള്ളവർക്കാരും ഒക്കെ, അതുപോലെ വളരെയധികം വണ്ണം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ 1 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ടേക്കുള്ള ടക്കകലായിട്ട് എടുക്കാം. ഇപ്പുറത്തോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ഒരു ടക്കകലായിട്ട് എടുക്കാം. ഇതേ അകലം തന്നെ ഇപ്പുറത്തോട്ട് എടുക്കണം. ഓക്കെ, ഇപ്പുറത്തോട്ട് എടുക്കണം. അതേസമയം കുറച്ചൊരു ഇടത്തരം മണ്ണുള്ള ആൾക്കാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീരെ മെലിഞ്ഞവർക്ക് 1 ഇഞ്ചൊക്കെ എടുക്കാം. അതിനേക്കാളും ഒരു കുറച്ച് നോർമൽ ലെവലിലുള്ള ആൾക്കാർക്ക് ഒരു 1.5 ഇഞ്ച് എടുക്കാം. പിന്നെ അതിനും വണ്ണമുള്ള ആൾക്കാർക്ക്, ഒരു ഇടത്തരം വണ്ണമുള്ള ആൾക്കാർക്ക് ഒരു 1.25 ഇഞ്ച് എടുക്കാം. പിന്നെ നല്ലോണം വണ്ണമുള്ള കൂടുതലുള്ള, എത്ര വണ്ണം കൂടുതലും പിന്നെ എക്സ്ട്രാ എത്ര വണ്ണമാണെങ്കിലും 2 ഇഞ്ച് എടുക്കാം. ഓക്കെ, ആ രീതിക്കാണ് നമ്മൾ ഈ ഒരു ടക്കിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കേണ്ടത്. നോർമൽ പേഴ്സൺസിനൊക്കെ 1 എടുക്കാം. മീഡിയം വണ്ണമുള്ളവർക്ക് 1.25 എടുക്കാം. മീഡിയത്തിനേക്കാട്ടിലും മുകളിൽ എത്ര വണ്ണമുള്ളവർക്കായാലും 2 ഇഞ്ച് എടുക്കാവുന്നതാണ്. പിന്നെ അതിനേക്കാളും മുകളിലേക്ക് എടുക്കേണ്ടതില്ല. വളരെ മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഈ ഒരു അളവ് അത്രയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്കും ഈക്വലായിട്ട് എടുക്കണം. 2 സൈഡിലോട്ടും ഈക്വലായിട്ട് എടുക്കണം. ഇവിടേക്ക് നമ്മൾ 2 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കൂടുതലുള്ളവർക്ക് 2 ഇഞ്ച് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ 2 ഇഞ്ച് തന്നെ എടുത്തു. ഓക്കെ, പിന്നെ ഈ ഒരു ടക്കിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കഴുത്തിന്റെ ഇറക്കം വരെ എടുക്കുക. അപ്പോൾ ആ അകലത്തിന് കൂടെ നമ്മൾ അതിന് വേണ്ട
അളവിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴേക്കുള്ള ഫ്രണ്ട് ടക്ക് മുതൽ ബാൻഡ് വരെയുള്ള അളവ് കണ്ടുപിടിക്കുക, അതിന്റെ കൂടെ ഒരു അരയിഞ്ച് ഇടാം. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടുന്ന് ഇതുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നു. പിന്നെ പിന്നെ ഈ ഒരു സൈഡ് ഭാഗത്ത് വരുന്നുണ്ടല്ലോ, സൈഡ് ഭാഗത്തെ ടക്ക് എന്ന് പറയണത് മെയിനായിട്ട് ബാൻഡ് വരെയുള്ള അളവ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരെയാണെന്ന് വിചാരിക്കാം. ബാൻഡ് വരെയുള്ള അളവ് ഒരു 6.5 ഇഞ്ചോ 7 ഇഞ്ച് വരെ നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിത് ഇവിടം വരെ ഇതിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്തെ ടക്കിലേക്ക് ഈ സൈഡ് ഭാഗത്തെ ടക്ക് ഈ താഴ് ഭാഗത്തു നിന്ന് ഒരു 1.5 എടുക്കാം. ഓക്കെ, അവിടെ നിന്ന് എടുത്തിട്ട് ഇതിൽ നിന്ന് വീണ്ടും അഗെയിൻ ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇടാം. 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട ശേഷം നമ്മളിതിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് അത് ഇതിൻ്റെ പുറ സൈഡിലേക്ക് 4 ഇഞ്ച് വീതം നമ്മൾ അതിനെ വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളതങ്ങനെ വരച്ചു കൊടുത്തു. ഇനി ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്തെ ടക്ക് എടുക്കുക എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തെ ടക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ സെന്ററിലേക്ക് എടുക്കണമെന്നില്ല. ഇത് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കുന്നതായിരിക്കും കൂടുതൽ ആളുകൾക്കും ഭംഗിയായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾക്ക് ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ടക്ക് വരച്ചു. ഓക്കെ, അതിൻ്റെയും ഇപ്പുറത്തോട്ടും ഈ സൈഡിലെ 4 ഇഞ്ച് ഇവിടം വരെ നമ്മൾ ഇതിങ്ങനെ കുഴിച്ചു വിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ടക്കിന്റെ ഈ ഒരു വര വരുന്നുണ്ടല്ലോ, കൈക്കുഴിയുടെ ഭാഗം നമ്മൾ കുഴിച്ചു വിട്ട് ആംഹോൾ കർവ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഈ കർവിലാണ് നമ്മൾ ഇപ്പുറത്തോട്ടും എന്ത് ചെയ്യണേ, നമ്മുടെ 4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇങ്ങനത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കറക്റ്റ് ഈ 1 ഇഞ്ചിന്റെ സ്പേസ് പോരാതെ വരും. ഇവിടേക്കുള്ള 1 ഇഞ്ച് ഇവിടേക്കുള്ള 1 ഇഞ്ച് സ്പേസ് പോരാതെ വരും. ഓക്കെ, നമ്മൾ തയ്ച്ച ഒരു ബ്ലൗസിന്റെ ആ ഒരു ഇട്ടിരിക്കുന്ന ബ്ലൗസിൽ നമ്മൾ ഇതിനകത്തേക്ക് താഴേക്കുള്ള മെയിൻ ടക്കിന് താഴത്തേക്ക് നമ്മൾ എന്തിട്ടിട്ടില്ല, 1 ഇഞ്ചിന്റെ സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ കട്ടോരി ബ്ലൗസ് തയ്ക്കുന്ന രീതിക്കാണ്, കട്ടോരി ബ്ലൗസും സാധാ ബ്ലൗസും കൂടി മിക്സ് ചെയ്ത് എൻ്റെ സ്വന്തം ഐഡിയക്ക് അനുസരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി തയ്ച്ചത് അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മറ്റുള്ളവർക്ക് നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ ശരിയായ രീതിയിൽ ബ്ലൗസ് തയ്ക്കേണ്ടുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മുടെ ആ രീതിക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ ആ ബ്ലൗസിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മാറ്റത്തിനനുസരിച്ചുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ അതിൽ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ബ്ലൗസിന്റെ അളവ് എടുക്കേണ്ടുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇപ്പോൾ നമ്മൾ 1 ഇഞ്ചല്ലേ എടുത്തിരിക്കുന്നത്. ഒരു 40 മുകളിലൊക്കെ സൈസ് വരുന്നവർക്ക് ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് പോരാതെ വരും. അതുപോലെ ഇവിടെ നിന്നുള്ള 1.25 ഇഞ്ച്, ഇവിടെ നിന്നുള്ള 1.25 ഇഞ്ച്, ഇവിടെ നിന്നുള്ള 1 ഇഞ്ച് പോരാതെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള അളവ് ആ 1 ഇഞ്ചിൽ തന്നെ നിർത്താൻ പാടുള്ളൂ. കാരണം ബ്ലൗസിന്റെ ഇറക്കത്തിൽ വ്യത്യാസം വരും. ഈ പറഞ്ഞ ടക്കിലേക്കുള്ള അളവും ബാക്കിയുള്ള ഇതിനൊന്നും തുണിയും തയ്ക്കാതെ വരും. അപ്പോൾ ഈ 1 ഇഞ്ച് ഇവിടെ നിന്നുള്ള ഈ അളവ് നിങ്ങൾ അതേ അളവ് തന്നെ കീപ്പ് ചെയ്യുക, 1 ഇഞ്ച് തന്നെ കീപ്പ് ചെയ്യുക. അപ്പം അതേസമയം ഇവിടത്തെ ഇങ്ങോട്ടേക്കില്ലേ ഫ്രണ്ട് ടക്കിലോട്ട് വരുന്ന അളവിൽ ഈ 1 ഇഞ്ച് എന്നുള്ളത് നമ്മൾ ഇവിടേക്കാക്കി ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് വരെ, നല്ല ഓവർ സൈസ് ഒക്കെ ഉണ്ടെങ്കിൽ 1.25 ഇഞ്ചൊക്കെ ഇവിടെ നിങ്ങളുടെ കപ്പിന്റെ ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ കൊടുത്താലാണ് അവർക്ക് ഈ ഫ്രണ്ട് ഭാഗം ഭയങ്കര ടൈറ്റ് അല്ലാണ്ട് ഇരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ അളവ് 1 എന്നുള്ളത് 1.25 1.5 1.25 വരെ ഇങ്ങോട്ടേക്ക് കുറയ്ക്കാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ കുറച്ചെടുക്കാവുന്നതാണ്. ആളുകൾക്ക് ഫിറ്റ് ആവുന്നതിനനുസരിച്ച് ബോഡി ലാംഗ്വേജിൽ വണ്ണം കൂടുതലനുസരിച്ച് അവർക്ക് ഫിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ അളവ് ടക്കിൽ അളവ് കുറയ്ക്കാവുന്നതാണ്. ഈ 1 ഇഞ്ചിന്റെ ഗ്യാപ്പ് കൂട്ടി എടുക്കണം. 1 ഇഞ്ച് എന്നുള്ളത് 1.25 ആക്കാം, 1.5 ആക്കാം, 1.25 ആക്കാം. 40 മുകളിലേക്ക് വരുമ്പോൾ 1 എന്നുള്ളത് 1.25 ആക്കുക, അതുപോലെ 1.5 ആക്കുക. അതിനേക്കാളും കൂടുതൽ വരുമ്പോൾ ഒരു 45 മുകളിൽ വരുമ്പോൾ ഒരു 1.5 ആക്കുക, ഒരു 55 മുകളിലൊക്കെ വരുമ്പോൾ ഒരു 1.25 ആക്കുക. അപ്പം സ്പേസ് ഇങ്ങോട്ടേക്ക് കൂട്ടിയെടുക്കുക അകലം. ഇതേപോലെ ഇവിടെ നിന്നുള്ളത് ഇപ്പോൾ 1.25 എന്നുള്ളത് ഒരു 2.25 2.5 വരേക്കും ഇവിടേക്ക് ഇങ്ങോട്ട് നീക്കാം ഓവർ സൈസ് വരുമ്പോൾ. അല്ലാത്തത് വരുമ്പോൾ നമുക്കൊരു 2 വരെയൊക്കെ എടുക്കാം.
മിനിമം. ഇപ്പോൾ 1.25 എടുത്ത് 2 വരെ 2.25 വരെ നോർമലി എടുക്കാം. നമുക്ക് ആ വ്യക്തി അനുസരിച്ച് നമ്മൾ ബ്ലൗസിൻ്റെ അവരിട്ടിരിക്കുന്ന ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൻ്റെ ടക്കുകൾ തമ്മിലുള്ള അകലം എത്രയുണ്ടെന്ന് മെയിൻ പോയിന്റ് ആദ്യം നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ നോട്ട് ചെയ്ത ശേഷം മെയിൻ പോയിന്റ് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് താഴത്തേക്ക് മെയിൻ ടക്കിൻ്റെ അകലം എത്രയാണ്, 1 ഇഞ്ച് തന്നെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മെയിൻ ടക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഫ്രണ്ട് ടക്ക് എവിടെ വന്നിരിക്കണം അതിൻ്റെ നേരെയാണ് കേട്ടോ. ഫ്രണ്ട് ടക്കിൻ്റെ നേരെയാണ് മെയിൻ ടക്ക് വരുന്നത്. അതിനുശേഷം താഴത്തേക്ക് മെയിൻ പോയിന്റിൽ നിന്ന് ഇത് ബസ് പോയിന്റ് നിന്ന് താഴത്തേക്കാണ് മെയിൻ ടക്ക്. ഓക്കെ, ഇത് ബസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഫ്രണ്ട് ടക്കിൻ്റെ നേരെ. അതിനുശേഷം ഇതിൻ്റെ താഴത്തേക്കുള്ള ഒരു 1 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. അത് 3/4 ഇഞ്ച്. ചിലർക്ക് നല്ലോണ്ട് വണ്ണം കൂടുതൽ 50 മുകളിലൊക്കെ സൈസ് വരികയാണെങ്കിൽ ഇവിടേക്ക് 1 ഇഞ്ച് എടുക്കാണ്ടാവില്ല. അവരെ ടക്കിൻ്റെ അകലം തന്നെ ഇവിടുന്ന് താഴത്തേക്ക് കിട്ടില്ല. അപ്പം നമ്മൾ ഈ ഉള്ളത് 1 എന്നുള്ളത് ചിലപ്പോൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ ആയിരിക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കയറുക ചെയ്യുക. അതേസമയം ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുക ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ടക്ക് അകലം ഇവിടെ നിന്ന് കയറും അങ്ങനെയുള്ളവർക്ക്. അല്ലാത്തവർക്ക് ഇത് കുറയും താഴ്ത്തിക്കാൻ. കറക്റ്റ് 1 ഇഞ്ച് തന്നെ നോർമലി എല്ലാവർക്കും എടുത്താൽ മതി. വല്ലാണ്ട് ഓവർ സൈസ് വരുമ്പോൾ ഇവിടുത്തെ അകലത്തിൽ കുറച്ച് കുറയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇവർക്ക് മെയിൻ ടക്ക് കിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. പിന്നെ ഓരോ ബ്ലൗസിൻ്റെയും നമ്മൾ മെയിൻ പോയിന്റ് ബസ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച ശേഷം ഇവ തമ്മിലുള്ള അകലങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയ ശേഷം വേണം നമ്മൾ ആ പോയിന്റ്സ് ആയിരിക്കണം നമ്മൾ അവരുടെ അളവ് ബ്ലൗസിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ യൂസ്ഫുള്ളായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയിൽ ആരെങ്കിലും സ്റ്റിച്ചിങ് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.